ചന്ദ്രൻപിള്ള. ചന്ദ്രൻപിള്ള? അതെ. മുമ്പ് ഇവിടെ വാടകയ്ക്ക് താമസിച്ചിരുന്ന ആളാണ്. ഇതെൻ്റെ വീടാ. ഞാനും ഫാമിലിയുമായി ഇപ്പോൾ ഇവിടെ താമസിക്കുന്നത്. നമ്മൾ ചന്ദ്രപിള്ള സാറിൻ്റെ. എനിക്ക് മുമ്പ് പരിചയമുണ്ടായിരുന്നു. ഇപ്പോൾ കുറേ വർഷം ടച്ചില്ല. അഡ്രസ്സ് അന്വേഷിച്ചപ്പോൾ ഇവിടെ കിട്ടിയത്. ആളെപ്പറ്റി എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാമോ? അയ്യോ, ഞാനത് അങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങിയായിരുന്നു. അദ്ദേഹത്തെ ഞങ്ങൾ അന്വേഷിക്കാത്ത സ്ഥലമില്ല. വരൂ. മീനു. ഓ, പഴയ നമ്പറിലൊക്കെ വിളിച്ചു നോക്കി, രക്ഷയില്ല. നമ്മുടെ ചന്ദ്രപിള്ള സാറിൻ്റെ കൂട്ടുകാരനാണ്. പേര് ആനന്ദ്. ആനന്ദ്. നേവിയിലായിരുന്നോ ഒന്നിച്ച്? അല്ല, അല്ലാതുള്ള പരിചയമാണ്. ട്രിവാൻഡ്രത്ത് വെച്ചാണ്. ഞാനും ഓർത്തു നിങ്ങൾ ഒരേ ബാച്ചാക്കാൻ വഴിയില്ലല്ലോ. റെന്റിന്റെ അഗ്രിമെന്റിൽ അഡ്രസ് ഉണ്ടാവില്ലേ? എഗ്രിമെൻറ്റോ? അദ്ദേഹമായിട്ടോ? ഈശ്വരൻ കൊണ്ടെത്തിച്ച ആളുമായി എഗ്രിമെൻ്റ് വെക്കാൻ പറ്റുമോ? ഞങ്ങളൊരൊറ്റ പൈസ വാടക വാങ്ങിയിട്ടില്ല. ഞങ്ങളുടെ മകനെ പ്രസവിക്കുമ്പോൾ ഇവക്ക് 43 പ്രായം, എനിക്ക് 46. 6 ക്ഷേത്രങ്ങളിലാണ് ചന്ദ്രൻപിള്ള സാർ ഞങ്ങൾക്ക് വേണ്ടി പൂജ്യം പ്രാർത്ഥന നടത്തിയത്. ദാ അന്ന് അദ്ദേഹം ജപിച്ച് അവിടെ വെച്ചതാ. 10-15 വർഷം ഒരു ഡോക്ടറെ കൊണ്ടും പറ്റാത്ത കാര്യമാണ് ഈശ്വരകൃപ കൊണ്ട് അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി സാധിച്ചെടുത്തത്. ഇതെന്താ ഇത്? ഞാൻ ചായ എടുക്കാം. കുട്ടികളൊക്കെ വേണമെങ്കിലും ഒരു പ്രായം കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്ഷനൊക്കെ വേണ്ടേ? അത് തോന്നിക്കാൻ ചില കഴിവുകളൊക്കെ ഉള്ളൊരു. പണം എത്ര വാങ്ങി എല്ലാത്തിനും കൂടെ? ആക്ച്വലി എനിക്കും ഇതുപോലൊരു ആവശ്യത്തിനായിരുന്നു. പണം കൊണ്ടടക്കാൻ പറ്റുന്ന കാര്യമാണ് അവനത്. ദൈവാനുഗ്രഹം. എന്നാലും അഫോർഡ് ചെയ്യാൻ പറ്റുമെന്ന് അറിയണമല്ലോ. ഞങ്ങൾക്കൊരു 4-4.5 ലക്ഷം 10 ആണെങ്കിലും കൊടുത്തേനെ. ഒരു മകന് പകരാവില്ലല്ലോ ഒന്നും. അദ്ദേഹം പോയിട്ടിപ്പോൾ 3 വർഷമാകുന്നു. ഞങ്ങൾ നാഗർകോവിലുള്ള സമയത്ത് അദ്ദേഹം ഇവിടെ താമസത്തിന് വരുന്നത്. അപ്പോഴേക്കും ഈശ്വര ദർശനം കിട്ടി, നേവിയൊക്കെ വിട്ടിരുന്നു. കൊല്ലത്തെവിടെയോ ആണ് സ്ഥലം. പറ്റുന്ന പോലൊക്കെ ഞങ്ങൾ അന്വേഷിച്ചു. ഞങ്ങൾക്ക് വേണ്ടി പ്രത്യക്ഷപ്പെട്ടു, അനുഗ്രഹിച്ചു, എങ്ങോട്ടേക്ക് പോയി. ഇപ്പോൾ ഞങ്ങൾക്കതങ്ങനെ കാണാനാണ് ഇഷ്ടം. ഈ കേസ് ഞാൻ തെളിയിച്ച 5 വർഷം വരെയാണ് ശിക്ഷ. എനിക്കും ചേട്ടനും ഞങ്ങളുടെ ഫാമിലിയിൽ എല്ലാവരും അത് എഫക്റ്റ് ചെയ്യും. പിന്നെ നിന്നെയും നമ്മളെ. I know. But Arvind, I've learned a lot from you. One mistake, അതുകൊണ്ട് job deserve ചെയ്യുന്നില്ല എന്ന് വെച്ച officer. That's what made you special. That's why I fell in love with you. What's more important? Our happiness or freedom of an innocent man? Arvind, stop.
സാറിനാണ് ആദ്യത്തെ ഇൻവിറ്റേഷൻ. താങ്ക് യു. റിംഗ് എക്സ്ചേഞ്ചിന് വരാൻ പറ്റിയില്ല. ഗ്രാൻഡ് ആയിരുന്നു എന്ന് ബ്രദർ പറഞ്ഞു. രാത്രി 11 മണിക്ക് വന്ന് ലീവ് ക്യാൻസൽ ചെയ്ത് റീജോയിൻ ചെയ്യണമെന്ന് പറയുന്ന ഒരാളെ ഞാൻ ആദ്യം കാണുക. അതും സിറ്റി വേണോന്ന് ഞാൻ ചോദിച്ചപ്പോൾ മാറനെല്ലൂർ മതിയെന്ന്. അവിടുത്തെ SI മഹേഷിന് സിറ്റിയിലേക്ക് മ്യൂച്വൽ ട്രാൻസ്ഫർ താല്പര്യമായിരുന്നുകൊണ്ട് ഇറ്റ് വാസ് ഈസി. രാവിലെ ജോയിൻ ചെയ്യാൻ പോകുന്ന വഴിയും എന്നെ കയറി കണ്ടു. തിരിച്ച് കയറി വിവരം ആരോ പറഞ്ഞറിഞ്ഞു. നന്നായി. ബദിയെടുക്ക, കാസർഗോഡ്. നാളെ രാവിലെ ജോയിൻ ചെയ്യണം. നിങ്ങൾ ചെന്നിട്ട് വേണം അവിടുത്തെ SIക്ക് റിലീവ് ആവാൻ. ഇന്ന് തന്നെ പുറപ്പെടണ്ടേ? നല്ല ദൂരമുണ്ട്. ഇവിടെ നിന്ന് ആകാവുന്നിടത്തോളം ദൂരം. ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ ഇവിടെ ആളുണ്ട്. ആ പെണ്ണിനെ എൻ്റെ വീട്ടിലെവിടെയാണെന്ന് വെച്ചുകൊണ്ടാക്കണം. ഡിപ്പാർട്ട്മെൻറ്റിൽ ചില റൂൾസും എത്തിക്സും ഒക്കെ ഉണ്ട്. വൺ മോർ തിങ്, മാളുവിൻ്റെ കല്യാണത്തിന് നിന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇനി അവിടുന്ന് ആര് വിളിച്ചാലും. മാറ്റോടാ കാസർഗോഡേക്ക്. അതെന്താ സാറേ വന്നോടനെ? അഞ്ചെണ്ണം ഉണ്ട്. ഒരെണ്ണം നിന്റെ കടയ്ക്കകത്തൊട്ടിക്കണം. ബാക്കി ആരില്ലാത്ത നേരം നോക്കി ഇവിടുത്തെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ. ഒരാൾ വന്നു നിന്നോട് കടയിലൊട്ടിക്കാമെന്ന് ചോദിച്ചു. ബാക്കി സ്ഥലങ്ങളെപ്പറ്റി നിനക്കറിയില്ല, നീ ഒന്ന് കണ്ടിട്ടുമില്ല. ആര് ചോദിച്ചാൽ അങ്ങനെ പറയാവും, പോലീസ് അടക്കം.
ഹലോ ഹലോ, ഞാനേ മാറുന്നല്ലൂരിൽ നിന്ന് വിളിക്കുകയാണ്. ചന്ദ്രൻപിള്ള സാറല്ലേ? അതെ. സാറേ, കല്യാണം കഴിഞ്ഞിട്ട് 8 കൊല്ലമായി. പലരെയും കണ്ടു നോക്കി. എന്തെങ്കിലും ചികിത്സ ഉണ്ടാകുമോ സാറേ? പേരെങ്ങനെയാ? ബിജു കെ ജോർജ്. മാറാനല്ലൂരെ വന്നിട്ടുണ്ട് ഒരു 2 കൊല്ലം മുമ്പ്. അയ്യോ, ഞാൻ അറിഞ്ഞില്ലല്ലോ സാറേ. നമ്മുടെ കൊല്ലപ്പെട്ട മാർട്ടിൻ സാറൊക്കെ വന്നിട്ട് അറിയായിരുന്നു. അല്ല സാറേ, ഈ ചികിത്സ എന്ന് പറയുമ്പോൾ ആയുർവേദോ ഹോമിയോ പോലെ എന്തെങ്കിലും ആണോ? അല്ല, കുട്ടികളുണ്ടാവാൻ ചില പ്രത്യേക പൂജകളും മന്ത്രങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളെ കണ്ടിട്ട് ഞാൻ പറയാം അതിലേതൊക്കെയാണ് വേണ്ടതെന്ന്. ശരി സാറേ. തനിക്ക് എത്ര കുട്ടികളാ? 3 പോരെ? മതി. എന്നുവെച്ചാൽ ആ 2-3 ഒട്ടിച്ചിട്ടുണ്ട്. ഒന്നാ തമ്പിയുടെ മോൻ്റെ ഹോട്ടലിലാണ്. നമ്മുടെ പിള്ളേരൊന്ന് അന്വേഷിച്ചപ്പോൾ ആരോ ഒരാൾ കൊണ്ടേൽപ്പിച്ചിട്ട് പോയതാണെന്നാണ് അവൻ പറയുന്നത്. അതിൽ കൂടുതൽ ചൂഴ്ന്ന് ചോദിക്കാനും നമ്മുടെ കയ്യിൽ കാരണമൊന്നുമില്ലല്ലോ. ഫോൺ നമ്പർ ഏതായാലും അരവിന്ദിൻ്റെ പേര് തന്നെയാണ്. ആ മഹേഷും കവലെ കിടന്ന് റൂം തൂറ്റുന്നുണ്ട്. സാർ, അരവിന്ദനോട് ഒന്നുകൂടെ സംസാരിച്ച് നോക്കിയാ? എന്ത് സംസാരിക്കാനുള്ളതൊക്കെ സംസാരിച്ചു കഴിഞ്ഞു. അല്ല, അയാൾ ഇതിൽ നിന്ന് പിടിവിട്ടിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. കാസർഗോഡ് നിന്ന് പുറത്തെത്തണമല്ലോ എന്തന്വേഷണത്തിന്. കുറച്ച് ഡിസിപ്ലിൻ ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് അവൻ്റെ സുപ്പീരിയേഴ്സിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവർ നോക്കിക്കോളും. എനിക്കതല്ല, ഇത് പുറത്തു പോയ നമ്മുടെ പത്മനാഭൻ സാറിൻ്റെ കാര്യം ഓർക്കുന്നുണ്ടല്ലോ. ആള് മാറി ഒരു നിസാര ലോക്കപ്പ് മർദ്ദനത്തിൻ്റെ പേരിൽ അങ്ങനെ ടോർച്ചർ ചെയ്ത് ചെറുതായിട്ടൊന്നുമല്ല, ഫുൾ ഫാമിലിയാണ് സൂയിസൈഡ് ചെയ്തത്. അങ്ങേര് മാത്രമല്ല, ഇതുപോലുള്ള കേസിൽ പെട്ടിട്ടുള്ളവരുടെയൊക്കെ ലൈഫ് ട്രാജഡി ആയിട്ടേ ഉള്ളൂ. അതാണ്, മീഡിയക്ക് ഒരു സൂചനയെങ്കിലും കിട്ടിയാൽ പിന്നെ ഇതിവിടെ ഒന്നും നിൽക്കില്ല. ഉള്ള പെൻഷനും കൊണ്ട് എങ്ങനെയൊക്കെ തള്ളി നീക്കി പോയാ സാറേ. ബൈപ്പാസും ചികിത്സയൊക്കെ ആയിട്ട് ഇനിയൊന്നും ബാക്കിയില്ല. ഒരു ചില കെട്ടിനിയും നടത്താനുണ്ട്. ചെറുക്കൻ്റെ പഠിത്തവും കഴിഞ്ഞിട്ടില്ല. ഈ ആദ്യം താങ്ങാൻ പറ്റുന്നില്ല സാറേ. കോളിംഗ് ബെല്ല് കേൾക്കുമ്പോൾ ഫോൺ അടിക്കുമ്പോഴൊക്കെ ഉള്ളിലൊരു വിറയില്ല. ഒന്നുമില്ല മാരാരെ, ഞാനില്ല ഇവിടെ. സീതാറാം സർ വാസ് ആസ്കിങ് അബൌട്ട് യു. കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്യുകയാണോ എന്ന്. ഐ ഡോണ്ട് സേ എനിത്തിങ്. അവിടെ എങ്ങനെയുണ്ട് ക്ലൈമറ്റ്? ഞങ്ങൾക്ക് എല്ലായിടത്തും ഒരു ക്ലൈമറ്റ് അല്ലേ. കൂടുതൽ സമയം ചൂട്, ഇടയ്ക്ക് വല്ലപ്പോഴും ഒരു മഴ. ഗെറ്റിംഗ് യൂസ് ടു ഇറ്റ്. സീതാറാം സാറിനോട് ടേക്ക് യുവർ ടൈം. ഐ തിങ്ക് യു നീഡ് ഇറ്റ്. സാറേ, ഞാൻ സ്നേഹിച്ചു പോയി സാറേ, വല്ലാതെ സ്നേഹിച്ചു പോയി. സാറേ, ഞാനിവിടെ പറയുമായിരുന്നേ, ഞാൻ ഒരാളെ സ്നേഹിച്ചു പോയി സാറേ, വല്ലാതെ സ്നേഹിച്ചു പോയി. ഇത് നോക്ക് സാറേ, അയാൾ അയച്ച മെസ്സേജുകളാ. 1120 മെസ്സേജ് ഉണ്ട് സാറേ. ഇത് നോക്ക് സാറേ, ഐ വിൽ കം ടിൽ ദ എൻഡ് ഓഫ് ദ വേൾഡ് വിത്ത് യു എന്ന് വെച്ച അയാൾ ഭൂമിയുടെ. നിങ്ങളുടെ പേരെന്താന്ന് പറഞ്ഞ? ജാൻസി. കല്യാണം കഴിച്ചതാണോ? ഭർത്താവ് വേറെ പോയി. ഇയാളുടെയും ഭാര്യ മരിച്ചതാ. തൃശ്ശൂർ KCB-യിലാ. ദീപക് മേനോൻ. അവിടെ പുതിയ വീട് വെക്കാന്നും പറഞ്ഞ് എന്നോട് 50,000 രൂപ ചോദിച്ചു. ഞാനത് അയച്ചു കൊടുക്കുകയും ചെയ്തു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്കത് തിരിച്ചയച്ചു തന്നു സാറേ. ഇതാ സാറേ വീടിൻ്റെ ഫോട്ടോ. അവിടെ പണി നടന്നുകൊണ്ടിരിക്കുക. കയറി താമസവും കല്യാണവും ഒരുമിച്ചാക്കാന്നാ എന്നോട് പറഞ്ഞത്. പിന്നെ 10 ദിവസം മുൻപ് 1 ലക്ഷം രൂപയും കൂടി ചോദിച്ചു. അതയച്ചു കഴിഞ്ഞ പിന്നെ ഫോണും ഇല്ല, മെസ്സേജും ഇല്ല. നിങ്ങളെ കണ്ടിട്ടില്ല? ഇല്ല സാറേ, ചാറ്റിങ്ങിലൂടെ പരിചയപ്പെട്ടതാ. വരുന്ന 25-ാം തീയതി എൻ്റെ ബർത്ത്ഡേക്ക് നേരിട്ട് വന്ന് കാണാമെന്നാ പറഞ്ഞത്. പക്ഷേ എൻ്റെ 4-5 ഫോട്ടോ ഞാൻ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. സാറേ, സ്വർണ്ണവും വളയും എനിക്കങ്ങോട്ട്
നിങ്ങളിപ്പോ എവിടെ ഉള്ളത്? സാറേ പലിശ കൊടുക്കാനുള്ള കാശ് പോലും കയ്യിലില്ല സാറേ. അയാളെ കിട്ടിയില്ലെങ്കിലും എന്റെ കാശ് ഒന്ന് തിരിച്ചു കിട്ടിയാ മതി സാറേ. മുഖം പോലും കണ്ടിട്ടില്ലാത്ത ഏതോരത്തിന് 1 ലക്ഷം രൂപ ഫോട്ടോസ് അയച്ചു കൊടുത്തിട്ട് ഇരുന്ന് മോങ്ങുന്നോ?